യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനങ്ങളാണ്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പല ഭാരങ്ങളും, പല വേദനകളും, പല സങ്കടങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അതിനെ ഓർത്ത് എപ്പോഴും പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യണ്ട എന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് പരിതപിച്ചിരിക്കുന്നതിന് പകരം നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്ന അതിശയങ്ങളെ ഓർത്ത്, അത്ഭുതങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങുക. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് മരുഭൂമിയിൽ നദികളുണ്ടാകുക എന്നുള്ളത്. കർത്താവ് പറയാണ്, നിന്റെ ജീവിതം മരുഭൂമി പോലെ ഉണങ്ങി വരണ്ടതാണെങ്കിൽ പോലും അവിടെ ജീവൻ്റെ നദി ഉണ്ടാക്കുവാൻ എനിക്ക് സാധിക്കും. എസെക്കിയേൽ ദീർഘദർശി വഴി ഉണങ്ങി വരണ്ട് കിടന്ന അസ്ഥികളെ ജീവനുള്ള മനുഷ്യനാക്കി ഉയർത്തുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഈ തിരുവചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും ധാരാളം അത്ഭുതങ്ങളും അതിശയകരമായ കാര്യങ്ങളും ഇന്ന് നടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം ഈശോ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്റെ പുറംകുപ്പായം വലിച്ചെറിയാൻ, നീ പുതച്ചുകൊണ്ട് നടക്കുന്ന കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് പുതിയത് നടക്കും. അതിശയകരമായ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഈ തിരുവചനം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇന്ന് കർത്താവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചിട്ട് പുതിയൊരു മനുഷ്യനായി മാറുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പോലും അതിശയിക്കത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.